ബാക്ക് വിത്ത് ദിസ് വീഡിയോ. നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാലേ ഇതാണ് എൻ്റെ വീട്ടിലെ ടോട്ടൽ ബോക്സ് പറഞ്ഞാൽ. എന്ത് വേസ്റ്റ് ആണെങ്കിലും ഇതിനകത്ത് ഉണ്ടാവും. എന്താണെങ്കിലും ഇതിനകത്ത് ഒന്ന് തപ്പി മതി, എല്ലാ സാധനവും ഇതിനകത്ത് ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കലാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ നമ്മുടെ ചാനൽ അല്ലല്ല അതിപ്പോഴല്ലേ നമുക്ക് ലാസ്റ്റ് അപ്പോൾ നേരെ വീഡിയോയിലോട്ടല്ലോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകാണ്. അപ്പം അപ്പോൾ ഈ ബോക്സ് നമുക്കിവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ആദ്യത്തെ സാധനം എന്താ നമുക്ക് നോക്കാം. ആദ്യത്തെ സാധനം ബഡ്സ് ആണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനത്തെ ആക്ര സാധനങ്ങൾ എന്താണെങ്കിലും ഇതിനകത്ത് കാണും. നെക്സ്റ്റ് ഇതിലോട്ട് നോക്കണം. ബഡ്സ് കഴിയാൻ എക്സാമിന് എടുത്ത് പറയണം. കുറച്ച് ബഡ്സ് വന്നു നമുക്കിവിടെ വയ്ക്കാം. നെക്സ്റ്റ് ഇതൊരു ബോക്സ് ആണ്. ഇതിനകത്ത് നമ്മുടെ തിരി കത്തിക്കുന്ന ഒരു വിളക്ക് കത്തിക്കുന്ന ഒരു തിരി ഉണ്ട്. കുറച്ച് റബ്ബർ ബാൻഡ് ഉണ്ട്. കാരണം ഇപ്പം മുടി വെട്ടിയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. മുടി വെട്ടുന്നതിന് മുൻപ് എനിക്ക് റബ്ബർ ബാൻഡിനായിരുന്നു ഞാനും അമ്മയും തല്ലൂക. ഈ വെറുതെ റബ്ബർ ബാൻഡ് എടുക്കുകയാണ് നമ്മൾ എനിക്ക് തലയാട്ട റബ്ബർ ബാൻഡിൻ്റെ അങ്ങനെ ചെറിയൊരു കോൺവെർസേഷൻ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം അതൊന്നും നമ്മൾ കാര്യമാക്കണില്ല. അപ്പം ഇത് നമ്മൾ റബ്ബർ ബാൻഡ് സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കുന്ന ചെറിയ സാധനം. നമുക്കിത് വയ്ക്കാം. അടുത്തത് ഞാൻ പറഞ്ഞില്ലേ ആക്രി സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ടാകുമ്പോൾ ഇത് ഞാൻ തപ്പി നടക്കായിരുന്നു എവിടെയാണെന്ന് നോക്കിയിട്ട് വയസ്സ്. ഒരു ബാറ്ററി ഇല്ലാത്തൊരു പൊട്ട റിമോട്ട് ചേടക്കം നമ്മൾ പൊട്ട സാധനം പുതിയ കാണിച്ചതാണ് ഇതില്ല അവർക്ക് എന്തായാലും കിട്ടി. മമ്മീനോട് പറയണം. നെക്സ്റ്റ് സാധനം ടേപ്പ്. ഇതെനിക്ക് പറയണ്ട, കുറച്ച് പറയാണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഈ ടേപ്പ് ഇവിടെ ചുരുക്കമാണ് ഞങ്ങൾ വാങ്ങുന്ന ചുരുക്കമല്ല, ഇത് ഇവിടത്തെ മെയിൻ ഐറ്റമാണ്. എനിക്ക് ഏട്ടന് അമ്മയ്ക്ക് എല്ലാവർക്കും സാധനം വേണം. ഇതില്ലാണ്ട് പട്ടക്കില്ല ഗൈസ്. എന്താ വെച്ച് കഴിഞ്ഞാല് ഇത് ഈ ഒരു സാധനം ഇതിന് ഞാൻ അമ്മയാണ് എത്ര ടേപ്പ് വാങ്ങി വെച്ചാലും ഒരു ടേപ്പിന്റെ സാധനം കൂടും. എല്ലാം കണ്ടിട്ട് ഇത് ഈ സാധനം ഒട്ടിക്കാൻ വേണ്ടി തന്നെ ഒരു 10-15 ടേപ്പ് തന്നെ പോയി. അപ്പം അങ്ങനെയാണ് ഞാൻ ടേപ്പിനൊക്കെ വേസ്റ്റ് ആക്കാറുണ്ട്. ടേപ്പ് ക്ലോസപ്പിന്റെ ശരിക്കും സാധനം എന്ത് സാധനമാണോ നോക്കിയാലും ഇതിനകത്ത് ഉണ്ടാവും. പേസ്റ്റ് കഴിഞ്ഞു. ഇതിനകത്ത് പേസ്റ്റ് ഉണ്ട് കേട്ടോ. പേസ്റ്റ് ഒക്കെ ഉണ്ട്. എന്താണ് പേസ്റ്റ് കാണാനില്ലാതെ പുതിയ പേസ്റ്റ് അതാ ബാത്റൂമിൽ ഇട്ടിട്ടുണ്ട്. ഒരു കഴിയാത്തൊരു പേസ്റ്റ്. ഇത് യൂസ് ചെയ്യാൻ പറ്റും ദേഹത്തിന്. അടുത്തത് എന്തിൻ്റെയോ ഒരു കേബിളാണ്. ഇത് ഞാൻ നമ്മുടെ മൈക്കിന് കുത്താൻ വേണ്ടി വാങ്ങിയത് ചെറിയ കേബിൾ. ആ മൈക്കതല്ല അമ്മ വാങ്ങിക്കുന്നതിന് മൈക്കിന് സോറി മൈക്കിന് വേറെയാണ്. ഇത് വന്നിട്ട് നമ്മുടെ ട്രൈപോഡിന് കുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം. ഇത് പൂജയ്ക്ക് വാങ്ങിയതാ. ഇതിപ്പോഴും ഇതിനകത്തിരിക്കുന്നത് ഒരു കർപ്പൂരം. ചെറിയൊരു കർപ്പൂരം നമ്മൾ എടുത്തിട്ടുണ്ട്. കിന്നിക്കർപ്പൂരം. അടുത്തത് എന്തുവാ? ഇത് ഞാൻ തപ്പി നടക്കുന്ന സ്വർണ്ണ. ഇതൊന്നും ചെയ്യണല്ലേ എന്റെ പാൻറ്റിലൊക്കെ എന്റെ പാൻറ് പോയി. ഓക്കെ ഇതെന്താന്ന് വെച്ചത് ഇതിനകത്ത് ക്ലിയർ ആയി കണ്ടാൽ വരാം. പണ്ട് കഴിഞ്ഞ വർഷം ഞാൻ വേലപ്പറമ്പിൽ പോയപ്പം കുറച്ച് ലേസർ വാങ്ങിയപ്പം അതിൻ്റെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ഷേപ്പൊക്കെ വരുന്ന സാധനങ്ങൾ, അതാണ് ഇത് കാണുന്നുണ്ടോ? ഇത് കിട്ടാം. ഓക്കെ അതാണിത്. നെക്സ്റ്റ് വന്നിട്ട് ഇത് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം. ഫ്രണ്ട്സ് എനിക്ക് ഇതിനു വേണ്ടി നിറച്ചും ചോക്ക് വാങ്ങിക്കും. നിറയെ ചോക്കുണ്ട്. ഇത് ഇത്രയും നല്ല നിറച്ചുണ്ടായിരുന്നു. ഒരു ബോക്സ് ഫുള്ള് വലിയ ചോക്കായിരുന്നു. വലുതായിരുന്നു. നിറയെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ ഇങ്ങനെ പൊട്ടി ചുമലിലൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ചോക്കും ലേസറിൻ്റെ ഒരു സംഭവമാണ്. നെക്സ്റ്റ് വാച്ചാണ്. ഇതൊന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് വെറും 200 രൂപയുള്ളൂ. ഇതിൻ്റെ ലിങ്ക് ഒന്നും ചോദിക്കുന്നത്
പട്ടിക്കടയിൽ. ശരി, ഇതിന്റെ ലിങ്ക് ഒന്നും ചോദിക്കരുത്. യെസ്, ഈ വാച്ച് വെറും എത്ര രൂപ? വെറും 200 and 300 സംതിങ്. എൻ്റെ ഇടയിലുള്ള ഒരു ചെറിയ ഇതാണ്. സൂപ്പർ വാച്ചാണ്. കേടുന്നില്ല. 3ാമത്തെ വർഷമാണ്. ഇത് മഴയൊക്കെ കൊണ്ട് നശിച്ച് വെള്ളിച്ച് പോകുന്ന സാധനമാണ്. നെക്സ്റ്റ് സാധനമാണ് ഇത്, ടേപ്പ്. ഇത് ഇവിടെ പണിക്കാർക്കാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്ക് ഉണ്ടല്ലോ, ഈ മൈക്ക് സാധനം ഒട്ടിക്കാൻ ചെറിയ ടേപ്പ് ഉണ്ട്. നെക്സ്റ്റ് എന്തെങ്കിലും ഒരു കാലിക്കാൻ പറ്റുന്നത്. പിന്നെ ഇത് എനിക്ക് ലൈറ്റ് ഞാൻ യൂസ് ചെയ്യുന്നൊരു ചെറിയൊരു ടോർച്ച് ഇരിക്കുന്നുണ്ട്. പക്ഷെ ഇതിപ്പോ ഇതിന്റെ കാലാവസ്ഥയൊക്കെ കഴിഞ്ഞു. ഒരു ടോർച്ച് ഇരിക്കുന്നുണ്ട്. ഇതിപ്പോ കേട് വന്ന ടോർച്ചാണ്. മനസ്സിലാവും, ഒരു കേട് വന്ന ടോർച്ചുള്ളതാ. കണ്ടോ, കത്തൊക്കെ ചെയ്യും. പക്ഷെ ഈ ഒരു ടോർച്ച് കത്തിച്ചാ ഇതിന്റെ വെളിച്ചമൊക്കെ വേഗം കമ്മിയാണ്. ഈ ടോർച്ച് ഇപ്പൊ അധികം യൂസ് ചെയ്യില്ല. ഇത് എനിക്ക് അത്ര ഇഷ്ടപ്പെടാത്ത ഒരു ടോർച്ച്. ആദ്യമൊക്കെ നല്ല യൂസ്ഫുൾ ആയിരുന്നു. ഉപകാരമുണ്ട് വീഡിയോ ചെയ്യുമ്പോ. ഞാൻ ഈ ടേപ്പ് നോക്കിയതാണ്. ഇതൊരു ടേപ്പാണ്. ഇതെന്തിനാ യൂസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് സ്കൂളിലേക്ക് കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിന് ഭയങ്കര ചെറിയ ഐറ്റമാണ്. അപ്പം അത് ഇത് ബാഗിലേക്ക് എടുക്കും. വീണ്ടും ഒരു സാധനം കിട്ടി. ഇതിന് എടുക്കുന്ന എല്ലാ യൂസ്ഫുൾ സാധനങ്ങളും കാണാണ്ടായപ്പോൾ സാധനങ്ങളൊക്കെയാണ് ഇതിന് എടുക്കുന്നത്. സ്ക്രൂ ഡ്രൈവർ. ഈ സ്ക്രൂ ഡ്രൈവറിന് ഒരു വലിയ കഥയാണ് പറഞ്ഞത്. എൻ്റെ അമ്മ ഒരു വണ്ടി കേടായിട്ട് അവിടെ നിന്നു. കുറേ നേരം നിന്നു, ആദ്യം വിളിച്ചിട്ടില്ല. ഒരാള് വന്നിട്ട് നല്ലെണ്ണം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഒരാൾ വന്നിട്ട് ഈ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് കിളിക്ക് വിട്ടു. അപ്പോഴേക്കും വണ്ടി നേരെയായി. ഈ സ്ക്രൂ ഡ്രൈവർ അപ്പം തൊട്ട് അമ്മ കയ്യിൽ തുടങ്ങിയ സാധനമാണ്. അപ്പോൾ അയാൾ കൊടുത്തത്. അപ്പം തൊട്ട് അമ്മ ഇതുവരെ യൂസാണ് ഇതിനൊക്കെ വലിയ വലിയ കഥയാണ്. നെക്സ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാച്ചാണ്. ഏട്ടൻ്റെ വാച്ചാണ്. കേട് വന്നു പറയും. കാണാനില്ല പറയും. ഇത് അവിടെ നോക്കിയാൽ കിട്ടും ശരിക്കും വാച്ചിട്ടാണ്. അടുത്തത് ഒരു ചെറിയ ഫോൺ. ഇതൊക്കെ അപ്പൂപ്പൻ്റെ ഫോണാണ്. എനിക്ക് ഇപ്പൊ കിട്ടിയ ഈ ഒരു ഫോണിന്റെ ടച്ച് ഫോണിന്റെ ടച്ച് ഫോൺ കിട്ടുന്നതിന് മുൻപ് ഞാൻ ഈ ഒരു ഫോണായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ വർക്കൊന്നും ചെയ്യണ്ട, വർക്ക് ചെയ്യുമായിരുന്നു, പക്ഷെ ചെയ്തില്ല. ഇതൊരു ചെറിയ ഫോൺ. അപ്പൂപ്പന് വേണ്ട, അപ്പൂപ്പന് പുതിയ ഫോൺ വേണം. എന്തായാലും അപ്പൊ നമുക്ക് നെക്സ്റ്റ് സാധനം നോക്കാം. നെക്സ്റ്റ് സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കവറാണ്. ഇതിപ്പോ ഞാൻ ഇപ്പോൾ ഉള്ള ഫോണിന് വേണ്ടി യൂസ് ചെയ്ത ഒരു ചെറിയൊരു കവറാണ്. ഇതിപ്പോ എനിക്ക് ആവശ്യമില്ല, ഇതിപ്പോ ഞാൻ യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഒരു പേന. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പേന ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പേനയായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ മൊന പോയ കേട് വന്ന് നശിച്ചു, എന്നാലും ഞാൻ അതിൽ ഇപ്പൊ എടുത്തേക്കുന്നുണ്ട്. പിന്നെ ഇനിയുള്ള കുട്ടി സാധനങ്ങളാണല്ലേ. കണ്ടോ, അത് കാണിച്ചു തരാം. ഇതൊരു ടച്ച്. ഇതിപ്പോ എന്റെ ഫോണിന്റെ ഇതില് ഡിസ്പ്ലേ അടിച്ചു പോയി ഗൈസ്. പോയപ്പോ വേറൊരു ഡിസ്പ്ലേ എടുത്തിട്ടാണ് ഗൈസ് ഇങ്ങനെ എടുക്കുന്നത്. അപ്പൊ അതിൻ്റെതായ ചെറിയ ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടാവും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സാധനം നോക്കാം. എന്താ ഗൈസ്, ഇതെന്താന്ന് എനിക്ക് അറിയില്ല, അതുകൊണ്ട് ഇതെന്താ ഞാൻ വിശദീകരിക്കണമില്ല. ഗൈസ്, ഇത് മെഴുകുതിരി. ഇപ്പൊ ഇതെന്തിനു വാങ്ങിയതാന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇതെന്തിനോ ഇത് വാങ്ങിയതാണ്. നെക്സ്റ്റ് ഇത് ഞാൻ തപ്പി കൊടുക്കായിരുന്നു ഗൈസ്. നല്ലൊരു കിടിലൻ ടോർച്ചാണ്. നമുക്ക് അവിടെ വെക്കാം. നല്ല കയറുണ്ട്. ഈ ടോർച്ച് ഞാൻ തപ്പി നടക്കായിരുന്നു, കാരണം ഈ ടോർച്ച് ഉണ്ടെങ്കിൽ എനിക്ക് ഇത്തിരി ലാമ്പൊക്കെ ആയി. മറ്റേ ലാമ്പ് അമ്മ കൊണ്ടുപോയി ചെറുതായിട്ടൊന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിട്ട്. നമുക്ക് നെക്സ്റ്റ് വീഡിയോ നോക്കാം. നെക്സ്റ്റ് ഇത് ഇൻസുലേഷൻ ടൈപ്പ്. ഇത് കഴിഞ്ഞതാട്ടോ. അടുത്തത് വിളക്കി വെക്കുന്ന ഒരു ചെറിയ സാധനമുണ്ട്.
ഇതാണ് നമ്മുടെ മൈക്കിന് വാങ്ങിയ സാധനം. നമ്മുടെ മൈക്കിന് വാങ്ങിയ സാധനം ഉണ്ട്. അത് മൈക്കിന് വാങ്ങിയ സാധനം നമുക്ക് ഇത് ഇവിടെ ഇടാം. ഇത് സൂക്ഷിക്കണം. പിന്നെ നമുക്ക് ചേർക്കണ്ടേ സാധനങ്ങളൊക്കെ ഒന്ന് പൊറിച്ചോട്ടെ. ഇതൊക്കെ എവിടെ നിന്ന് വന്ന് നമ്മൾക്കപ്പോ ഒരു ചെറിയ പെൻസിൽ കച്ചവടമൊക്കെ ഇവിടെ നടക്കണ്ടേ. ഓക്കെ, ഒരു വൈറ്റ്നർ കേടുവന്ന വൈറ്റ്നർ ആണ്. സോറി, ഒരു സ്കെച്ച് ആൻഡ് വൺ പേന, പിന്നെ ഒരു സ്കെച്ച്, പിന്നെ വീണ്ടും ഒരു പേന. ഓക്കെ, നെക്സ്റ്റ് ഇതൊരു ബൾബ്. ഇതെന്തിനാ യൂസ് ചെയ്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ബൾബിന്റെ കളർ സെയിം. ഇതെന്തിനാ യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ബൾബ് പോയപ്പോ ലൈറ്റ് കുറഞ്ഞോ? വേറെ ലൈറ്റ് എടുക്കുന്ന ഈ ലൈറ്റ് കുറവാണ്. ഓക്കെ, ഇതെന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇതിന് ലൈറ്റ് തന്നെ, പക്ഷെ കേട് വന്നു, അതുകൊണ്ട് ഇപ്പൊ ഇതിനെ യൂസ് ചെയ്യുന്നില്ല. ഇത് യെല്ലോ ലൈറ്റ് ആണ് വരുന്നത്, അതുകൊണ്ട് കംപ്ലൈന്റ് ആണ്. എന്തിന്റെയൊക്കെ സാധനങ്ങളാണ്, എനിക്കിതൊന്നും കണ്ടിട്ട് മനസ്സിലായിരുന്നു. പിന്നെ ഇതൊരു കേബിൾ ഉണ്ട്. ഇനി 2 കേബിൾ ഉണ്ട്. ഇത് എന്തിനാന്നൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരെണ്ണം നമ്മുടെ എന്തിനെങ്കിലും, എന്ത് പ്രോപ്പർ സാധനമാണെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ സാധനമുണ്ട്. പിന്നെ ഒരു ഇത് നമ്മുടെ ട്രൈപോഡിന് വാങ്ങിയേക്കോ. അല്ല, ഇത് പവർ ബാങ്കിന്റെ കേട് വന്ന ചിപ്പിന്റെ സാധനമാണ്. ഇതിന്റെ ചിപ്പ് പോയിരിക്കുന്നത്. ഇതിന്റെ ചിപ്പ് ഉള്ളിൽ പോയതല്ല, ഞാനും ഏട്ടനും കൂടി അടി പിടിച്ചപ്പോ പൊട്ടിയതാണ്. എന്നു വെച്ച് കഴിഞ്ഞാല് പവർ ബാങ്ക് എനിക്ക് വേണം നിനക്ക് വേണം പറഞ്ഞിട്ട് അടി പിടിച്ചപ്പോ പോയതാണ്. ഇതിപ്പോ നെക്സ്റ്റ് സാധനം നോക്കാം. കുഴപ്പമില്ല ഈ വീഡിയോ. ഞങ്ങൾ നെക്സ്റ്റ് സാധനം നോക്കാം. അടുത്തതൊരു സിസോ ബ്ലേഡ് ആണ്. ഇതൊരു കിടിലൻ സിസോ ബ്ലേഡ് ആണ്. ഒരു കിടിലൻ സൗണ്ട് എഫക്ട്സ് ഒക്കെ കിട്ടുന്നുണ്ട്. അത് വെച്ചിട്ട് ഗൈസ്, മൈക്ക് എനിക്ക് അത്ര പ്രോപ്പർ ആയിട്ട് തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പിടിച്ചു. ഗൈസ്, നമുക്ക് നെക്സ്റ്റ് നോക്കാം. അടുത്തൊരു സാധനം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു റിബൺ ഉണ്ട്. ഇത് ഞാൻ പൗഡർ ഇടാൻ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പൊ എനിക്ക് സാധനം കട്ടതായിട്ടുണ്ട്. അമൃതാഞ്ജൻ കഴിഞ്ഞിട്ടില്ല, ഇത്തിരി ഉണ്ട്. നല്ല മണം ഗൈസ്. ഓക്കെ, അടുത്തത് ഇത്തിരി ബാറ്ററി ഉണ്ട്. ഗൈസ്, റിമോട്ട് കേടുവെന്ന് പറയില്ല, ഈ ബാറ്ററി യൂസ് ചെയ്യാം. ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ട്. പിന്നെ കുറച്ച് വള ഉണ്ട്. വള പെറുക്കട്ടെ ഗൈസ്. ഇത് ഇതിന് ആനുവൽ ഡേക്ക് ഇടാൻ വേണ്ടി വാങ്ങിയ സാധനമാണ്. നെക്സ്റ്റ് കുറച്ച് റബ്ബർ ബാൻഡ്, അതുപോലെ തന്നെ ഗൈസ്, എന്റെ സാധനം കിട്ടി. ഇത് ഞാൻ തപ്പി നടന്നതായിരുന്നു. പിന്നെ കുറച്ച് റബ്ബർ ബാൻഡ്സ്, ബഡ്സ്, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ. ഇൻഹേലർ ഇത് കിട്ടി. ഇത് ഞാൻ തപ്പായിരുന്നു. എനിക്ക് മൂക്കടപ്പ ഗൈസ്, ഇങ്ങനെ പറയില്ല, മൂക്കടപ്പില്ല. ജീൻസിന്റെ റബ്ബർ മറ്റേ ബട്ടൺസ് ഒക്കെ ഇതിനകത്ത് കിടക്കണം. അയ്യോ ഗൈസ്, ലൈറ്റ് ആയതുകൊണ്ട് ബുദ്ധിമുട്ടാണെങ്കിൽ ക്ഷമിക്കണം. എന്റെ ഇവിടെ കറണ്ട് ഇല്ല, പക്ഷെ ഇവിടത്തെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാല് ഭയങ്കരമായിട്ട് സൺഷൈൻ അടിക്കും. ഓക്കെ, സൂപ്പർ ഗൈസ്, അടിപൊളിയായിട്ടുണ്ട്. ഇത് വലിച്ച എന്താന്നറിയില്ല, അവിടെ നിന്നൊക്കെ ചുമ കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ വേറെ ലെവൽ ഐറ്റമാണ്. നെക്സ്റ്റ് ഒരു റബ്ബർ ഇരിക്കുന്നുണ്ട്. വീണ്ടും ഈ മെഴുകുതിരിന്റെ ഒരു ഹാഫ് ഇരിക്കുന്നുണ്ട്. പിന്നെ കത്രിക ഇരിക്കുന്നുണ്ട്. കർപ്പൂരം, തീപ്പെട്ടി, ചന്ദനം, വീണ്ടും ഒരു വാച്ച് ഇരിക്കുന്നുണ്ട്. ഇത് കണ്ണിലൊട്ടിക്കേണ്ടത്, സേഫ്റ്റി പിന്നെ അങ്ങനെ കുറച്ച് ഐറ്റംസ്. ഒരു കൊതുക് തിരി ഇരിക്കുന്നുണ്ട്. കഴിഞ്ഞ വയസ്സ് ഇതെല്ലാം പരിചയപ്പെടുത്തേണ്ട റിപ്പീറ്റ് അടിച്ച സാധനങ്ങളാണ്. വള അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ.
ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ്. ഇപ്പൊ അവിടുന്ന് ലൈറ്റ് വന്നത് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോഴാണ് അവിടുത്തെ ലൈറ്റ്. ഇങ്ങനെ വെച്ച് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ അടിക്കും. അതുകൊണ്ട് ഭയങ്കര പണിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്നും എടുക്കുന്നത്. നമുക്ക് ഇവിടെ ലൈറ്റ് ഫിറ്റ് ചെയ്താൽ പൊളിക്കായിരുന്നു. പക്ഷെ അവിടെ ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. ഇവിടെ ഇഷ്ടപ്പെട്ട വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അടുത്തോട്ട് കാണാം.